എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ അടുത്തിരിക്കുന്ന ഈ ഒരു അക്വേറിയം ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു അക്വേറിയം ഉണ്ട്. അതായത് നമ്മൾ ഇരുമ്പിൻ്റെ ഫ്രെയിം അടിച്ച് പോളി കാർബൺ ഷീറ്റ്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചുറ്റും ഒട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ടാങ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അക്വേറിയം ആവണമെങ്കിൽ ഇനിയും പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ടാങ്കിൽ നമ്മളിതൊരു വെറൈറ്റി ചെയ്യാനായിട്ട് പോവാണ്. കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാറ്, നമ്മൾ കടയിൽ പോയിട്ട് ഒരു അക്വേറിയം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതുപോലെ തന്നെ കടയിൽ നിന്ന് തന്നെ മീനയും കല്ലും അതിലിടാനുള്ള എന്താ പറയുക ചെറിയ ചെറിയ ചെടികളും എല്ലാം വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് ഒരു അക്വേറിയം ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നാച്ചുറൽ അക്വേറിയമാണ്. അതായത് നമ്മുടെ പാടത്ത് നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല അടിപൊളി പായലും അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന മീനും ഇതിൽ നിന്ന് കിട്ടുന്ന കല്ലും ചെളിയൊക്കെ വെച്ചിട്ട് ഒരു നാച്ചുറൽ അക്വേറിയമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഒരുപാട് പണികൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഈ കാണുന്ന ഒരു ഗ്ലാസ് ടാങ്കിനെ എങ്ങനെ നമുക്കൊരു നാച്ചുറൽ അക്വേറിയം ആക്കി മാറ്റാന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വലയൊക്കെ കുറച്ച് പഴയതായിട്ടാണ്, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ മീൻ പിടിച്ചിട്ടുള്ളൊരു വലയാണത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് മീൻ ഇത്തിരി കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം കിട്ടുമത്. അപ്പോൾ ഇത് നമ്മുടെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ പഴയ വീശുവലയാണിട്ടത്. അപ്പോൾ ഈ വീശുവല വെച്ച് നമ്മളിത് തോട്ടിലുള്ള മീനുകളെയൊക്കെ അങ്ങോട്ട് കോരി പിടിക്കാൻ പോവാണ്. പൊതുവെ ഈ സമയത്ത് മീൻ കുറവുള്ളൊരു സമയമാണ്. മീൻ കുറവായിരിക്കും, നമ്മൾ വീശി അധികം മീനെ കിട്ടാറില്ല. പക്ഷേ നമുക്ക് നോക്കി നോക്കാം, നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള മീൻ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. മീനല്ലേ പോയത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ അത്യാവശ്യം നല്ല മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലാനൊക്കെ പോലെ ഇരിക്കുന്ന പുല്ലെന്ന് പറയുന്ന മീനാണ് ഇതിൽ കൂടുതൽ. ഇതൊക്കെ ചാടി ചാടി കളിക്കണണ്ട. അന്നേരം നമ്മൾ ഇങ്ങനെ എടുത്ത് കണ്ട നല്ല പൊള്ളി സാധനങ്ങളാണ്. ആയി ഇനി ചറപ്പറ വീശലാണ് നമ്മുടെ വല. അതായത് നമ്മുടെ അക്വേറിയത്തിലേക്ക് നിറയ്ക്കാനുള്ള മീനുകളാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ തോട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മീനുകളാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആച്ചം പൂച്ചം വല വീശി കിട്ടാവുന്ന എല്ലാ ഐറ്റംസിനെയും പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വലയുടെയൊക്കെ എന്താ പറയുക, കിഡ്നി അടിച്ച് പോണ രീതിയിലാണ് നമ്മുടെ ഹെയർ. അതായത് കുറേയൊക്കെ വിരിയും കുറേയൊക്കെ വിരിയില്ല. അങ്ങനെ ഉള്ള ഗ്യാപ്പുകളിലൊക്കെ ആയിട്ട് നമ്മുടെ വല വീശി വീശി അവസാനം നമ്മൾ വീശി ഇപ്പോൾ ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വല വീശിയിട്ട് ഇതുവരെ കിട്ടാത്തൊരു വെറൈറ്റി സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അറിയാത്തെന്താണ് നോക്കി നമുക്ക് കിട്ടിയ മുതല്. എനിക്കിത് പക്ഷെ കണ്ടിട്ട് ചെമ്പല്ലിയായിട്ടാണ് തോന്നണേ. ഇതിൻ്റെ പേര് കറക്റ്റ് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാ. സംഭവം നോക്കി സെറ്റല്ലേ. ഇതാണ് കേട്ടോ നന്ദൻ എന്ന് പറയുന്നത് മീൻ. ഇത് നമ്മുടെ പള്ളത്തിക്കുട്ടനാട്ടാ. കണ്ടാ നോക്കി, നല്ല രസമില്ലേ കാണാൻ. മോനെപാടാ നമ്മളിത് വല വീശി പിടിക്കണം മീനുകളെ. അപ്പം നമ്മൾ സേഫ് ആക്കി കൊണ്ടുവന്ന് കുറച്ചുകൂടി വെള്ളം ഉള്ള സ്ഥലത്ത് ഇടണോട്ടോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനുകൾ പ്രോപ്പർ ഓക്സിജൻ കിട്ടാതെ ചത്തുപോകും. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പം ഇനി ഇതേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് വെള്ളത്തിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് കല്ലും നമ്മുടെ ആമ്പലും സെറ്റപ്പൊക്കെ. അപ്പോൾ അടിയിൽ പോയി നല്ല കല്ലൊക്കെ എടുത്തിട്ട് വരാട്ടോ. ബൈ ബൈ. ഇത് കണ്ട കാലങ്ങളായി വെള്ളത്തിൻ്റെ അടി കിടക്കുന്ന വെട്ടുകല്ലാണ് കേട്ടോ. ഈ സാധനമൊക്കെ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനെ ഇത് കല്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ നോക്കി നല്ല അടിപൊളി ആമ്പല്. വെള്ളാമ്പലല്ല കേട്ടോ, ഇത് ക്രോസ് ബ്രീഡാന്ന് തോന്നുന്നു. ചുമപ്പല്ല, ഒരു പിങ്കും വെള്ളം കൂടി ചേർന്ന കളറ്. അപ്പോൾ ഇത് അധികം വലിയ കടയാവാൻ ചാൻസ് ഇല്ല. നമുക്ക് കടയപ്പാടി പൊക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. പാമ്പാടാ അല്ല, കടയപ്പാടി നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത്ര വലിയ കടയായിരുന്നു ഇത്.
അപ്പോൾ ഇതേ നമ്മൾ പറിച്ചു കഴിഞ്ഞപ്പോൾ പൂവൊക്കെ വെള്ളത്തിലായി പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അത് വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാടത്തൊക്കെ വരുമ്പോൾ അതെ ഈ ആമ്പലിൻ്റെ ഇങ്ങനെ വിത്തായിട്ട് നിൽക്കണ്ടാവും. അപ്പോൾ ഈ സാധനം ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട കുരുന്നിങ്ങനെ ആ സാധനം ഇങ്ങനെ എടുത്ത് തിന്നും. പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. ഭയങ്കരമായിട്ട് വിശന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചാൽ പിന്നെ വിശക്കൂല, കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേ നമുക്ക് വേണ്ട ആമ്പലിൻ്റെ ചെടി നമ്മൾ ഒരെണ്ണം പറിച്ചിട്ടുണ്ടേ. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല അടിപൊളി പൂക്കൾ കാണാൻ പറ്റും. കണ്ടോ ഈ സാധനം നോക്കി, നമ്മുടെ ആമ്പൽപ്പൂ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ വേറൊരു വെറൈറ്റി സാധനമാണ്. കണ്ടോ അതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ. ഈ കാണുന്ന കിങ്ങിണി പൂവില്ലേ നമ്മുടെ ആമ്പൽ പോലത്തെ ഇലയുമ്പോൾ തന്നെ ഉണ്ടാവണം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതേ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കുമ്പോൾ നോക്കിക്കോട്ടാ, പുള്ളിക്കാരത്തി ഭയങ്കര നാണക്കാരത്തിയാണ്. കണ്ട പൂ മൊത്തത്തിൽ ചുരുങ്ങിപ്പോവും, എന്നിട്ട് നമ്മൾ പൊക്കുമ്പോൾ തിരിച്ച് അതുപോലെ വിരിഞ്ഞ് വരും. കണ്ടാ കിങ്ങിണി പൂവിൻ്റെ പ്രത്യേകത കേട്ടോ അത്. കണ്ട വെള്ളത്തിലിങ്ങനെ മുക്കിയ ചുരുങ്ങിപ്പോവും, പൊക്കുമ്പോൾ പിന്നെ വിരിഞ്ഞ് വരും. സംഭവം അടിപൊളിയല്ലേ? ഇത് കണ്ട നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കിടക്കണ മരത്തിൻ്റെ പീസാട്ടാ. നമ്മൾ വലയൊക്കെ വീശുമ്പോൾ പണി തരുന്ന ആളാണ്. അപ്പോൾ ഇവരെ നമുക്ക് എടുത്തേക്കാം. ഈ സാധനം നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കുള്ളൂ. ഈ കാണുന്ന പായലാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെളിയൊക്കെ പിടിച്ചിരിക്കണ പോലെ ഇല്ലേ? പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കളർ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഈ കാണുന്നതല്ല, നമ്മൾ വെള്ളത്തിലൊന്നിട്ട് കഴുകി നോക്കിക്കഴിഞ്ഞാൽ കണ്ട പച്ച കളറ് സാധനമാണിത്. അങ്ങനെ നമുക്ക് നമ്മുടെ നാച്ചുറൽ അക്വേറിയം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് റെഡിയാക്കാൻ നോക്കാട്ടാ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഹെവി സാധനമായിട്ടുള്ള നമ്മുടെ കുറച്ച് കല്ലുകളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നേരെ നമ്മുടെ അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത പായൽ അടിയിൽ കിടക്കാനായിട്ട് നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ പായലെടുത്തിട്ട് അത് നമ്മുടെ കല്ലുമൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷായിട്ടിരിക്കണ നമ്മുടെ പായലൊക്കെ എടുത്ത് കല്ലും ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി യോജിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതേ നമ്മളൊരു നൂല് വെച്ചിട്ട് ഇത് കെട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പായലെടുത്ത് നമ്മളൊരു നൂലും അങ്ങനെ ചുറ്റിയെടുത്തിട്ട് നേരെ നമ്മുടെ മരത്തുമ്മയ്ക്ക് കെട്ടാൻ പോവാണേ. നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയ മരത്തുമ്മ നമ്മൾ നമ്മുടെ പായൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരെ ഇവിടേക്ക് മുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്ലും അതുപോലെ കുറച്ച് പായലൊക്കെ സെറ്റ് ചെയ്തു. ഇനിയും പായൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളം എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. നമുക്ക് ഉള്ള വെള്ളം കോരി ഒഴിച്ച് നോക്കാം. അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടാ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം കല്ലുമേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ മച്ചാന്മാരെ നീണ്ടു നീർന്ന വെള്ളം ഒഴിക്കലിന് ശേഷം നമ്മളുടെ ഈ ഒരു അക്വേറിയം നിറഞ്ഞിരിക്കുകയാണ്. സംഭവം തോട്ടിലത്തെ വെള്ളം ആയതുകൊണ്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഫീൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഏകദേശം ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി കലക്കൊക്കെ മാറി ചെളിയൊക്കെ താഴേക്ക് ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ചുകൂടി സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് കണ്ട നമ്മുടെ മുരിങ്ങയില്ലേ, മുരിങ്ങയുടെ ഷെല്ല് കല്ലുമ്മ പിടിച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്ട. അപ്പോൾ ഇതിങ്ങനെ വീണ് കിടക്കുമ്പോൾ നല്ല രസമായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കായിട്ട് ഇങ്ങനെ പരത്തി അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ കാണുന്ന ഷെല്ലുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ പായൽ കെട്ടിയെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ കൈ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടേക്ക് വെച്ചിട്ട് നമ്മൾ അതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതേ നമ്മൾ കൊണ്ടുവന്നിരുന്ന ആമ്പൽ നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആമ്പലൂടെ ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇനി മീനെ കാണാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ആമ്പലിൻ്റെ ചെടി നമ്മളിതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മളുടെ മീനിടാനുള്ള നേരായിക്കാണ്. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളിൽ കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല ഉഷാറായിട്ടുള്ള മീനുകളെ മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇനി ഇടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് നമ്മുടെ കരിമീനാണ് ഇടുന്നത്. നല്ലൊരു കരിമീൻ എടുത്ത് നമ്മൾ നേരെ ഇട്ട് കൊടുത്തേക്കാണ് അടിയിലേക്ക് പോയല്ലത്. അപ്പോൾ ചടപടാന്ന് ബാക്കിയുള്ള മീനുകളൊക്കെ നമുക്ക് പിടിച്ചിടാം. ടടാൻ
അപ്പൊ എല്ലാ മീനും കൂടി ഒരുമിച്ച് നമ്മൾ ഇതേ ബക്കറ്റിലാക്കി എടുത്തേക്കാണ് ഇട്ട് കൊടുക്കാൻ കേട്ടാ. ഓ ഒരാൾ ചാടിപ്പോയല്ല, ജമ്പേലടാ. ഹായ്, ഇതേ നോക്കി നമ്മുടെ അക്വേറിയത്തിൽ കുറച്ച് മീനെയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ എന്ത് രസമായിട്ടാ മോദിയെ നോക്കി ഇതില് കുഞ്ഞി പള്ളത്തിയൊക്കെ ഇതേ ഒരു കുഞ്ഞ് കൊഞ്ചിനെ കിട്ടിയിട്ടാ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിസ്റ്റർ കൊഞ്ച്, ടാറ്റാ ബൈ ബൈ. കൊഞ്ച് ദേ പോയ വഴി ഒറ്റ താഴ്ചയാണ്. പിന്നെ ആള് കല്ലിൻ്റെ ഇടയിൽ ഒളിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി മീനുകളൊക്കെ ദേ ഇങ്ങനെ വെള്ളത്തിൽ സെറ്റായി വരുന്നേ ഉള്ളൂ. ടെമ്പറേച്ചർ ഒന്ന് റെഡി ആവുന്ന വരെ ചെറിയൊരു വന്നിപ്പുണ്ടാവും മീനുകൾക്ക് കേട്ടോ. ദേ വെട്ടൊക്കെ ഒന്ന് താന്നു തുടങ്ങിയിട്ടാ. ഇപ്പൊ നോക്കിയേ, നമ്മളുടെ നാച്ചുറൽ അക്വേറിയത്തിലെ മീനുകളൊക്കെ ചെറിയൊരു വെട്ടത്തിൽ കാണുമ്പോൾ എന്ത് രസമാന്ന് നോക്കി. ശരിക്കും ഒരു പുഴയുടെ അടിയിൽ മീനുകൾ ഇങ്ങനെ ഓടി കളിക്കണ അതേ ഫീൽ തന്നെയായിട്ട് ഇവിടെ കിട്ടുന്നത്. നോക്കി, നല്ല രസമില്ലേ കാണാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, നമുക്കിങ്ങനെ നമ്മുടെ തോടുകളിൽ നിന്ന് കിട്ടുന്ന മീനും ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പൊ നീ നോക്കി, നമ്മളുടെ അക്വേറിയത്തിലൊക്കെ വെക്കുന്ന ലൈറ്റ് കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങനെ ഉണ്ട്. ഇപ്പോൾ രസമില്ല, അവിടെ മീൻകുട്ടന്മാരൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നോക്കി, വെള്ളമൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കലക്കൊക്കെ മാറി ഇപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിട്ട്. നോക്കി, ഇനിയാണ് മക്കളൊരു വെറൈറ്റി സാധനം, വേറെ ഒന്നുമല്ല. അതേ നോക്കിയത് ഈ കാണുന്ന കാലൻ കൊഞ്ചലല്ല, ഞണ്ടല്ലേ, പറഞ്ഞ മാറിപ്പോയി. ഈ കാണുന്ന കാലൻ ഞണ്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിടാണ് ഇവനെ. ഹായ്, അങ്ങനെ ഘനഗാംഭീര്യത്തിൽ വന്ന ഞണ്ടും നമ്മളുടെ അക്വേറിയത്തിൻ്റെ താഴെ കല്ലുകൾക്കിടയിൽ ഒളിച്ചുകൂട്ടാ. എന്നാലും ആൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓടി നടന്ന് നോക്കുന്നുണ്ട്, ഏതെങ്കിലും വഴിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ല രസമാണ് കേട്ടോ, ആ ഒരു ലൈറ്റും കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞണ്ടിനെ കാണാനും അതുപോലെ നമ്മളുടെ അക്വേറിയം കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ തോടുകളിലൊക്കെ കിട്ടുന്ന വെള്ളത്തിനടി കിടക്കുന്ന കല്ല്, അതുപോലെ പായൽ, പിന്നെ നമ്മുടെ ഇത്തള്, പിന്നെ തോട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മീൻ, തോട്ടിലെ വെള്ളം എല്ലാം നമ്മൾ തോട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീട്ടിലൊക്കെ ചെറിയ നാച്ചുറൽ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ തോട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞൊരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ടത് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരാണ്. അപ്പോൾ ക്യാമറ വാച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.